എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ പുതിയ ദേവസ്വം മന്ത്രി VN വാസവനാണ് കേരളത്തിൻ്റെ പുതിയ ദേവസ്വം മന്ത്രി. ഇന്ത്യൻ ആർമി വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ഖലൂബർ യുദ്ധസ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ആർമി വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ഖലൂബർ യുദ്ധസ്മാരകം സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ് ഇന്ത്യൻ ആർമി വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്ത ഖലൂബർ യുദ്ധസ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോ തലവൻ തപൻ കുമാർ ദേക്കയാണ് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് ബ്യൂറോ തലവൻ. സാഹിത്യകാരി പി വത്സലയുടെ അവസാന നോവൽ ചിത്രലേഖയാണ് സാഹിത്യകാരി പി വത്സലയുടെ അവസാന നോവൽ. കുട്ടികളിലെ പഠന സ്വഭാവ വൈകല്യ നിവാരണത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി സദ്ഗമയ പദ്ധതിയാണ് കുട്ടികളിലെ പഠന സ്വഭാവ വൈകല്യ നിവാരണത്തിന് ഹോമിയോപ്പതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. സംസ്ഥാനത്തിലെ പുതിയ ദക്ഷിണമേഖല ജയിൽ DIGയായി നിയമിതനായത് ഡി സത്യരാജാണ് സംസ്ഥാനത്തെ പുതിയ ദക്ഷിണമേഖല ജയിൽ DIGയായി നിയമിതനായത്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയത് സാഹിൽ ചൗഹാൻ. എസ്റ്റോണിയൻ ക്രിക്കറ്റ് താരമായ സാഹിൽ ചൗഹാനാണ് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയത്. സേവന കാലാവധി 1 വർഷത്തേക്ക് കൂടി അനുവദിച്ചു കിട്ടിയ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് സേവന കാലാവധി 1 വർഷത്തേക്ക് കൂടി അനുവദിച്ചു കിട്ടിയ കേരള സംസ്ഥാന പോലീസ് മേധാവി. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാനായി വീണ്ടും നിയമിതനായ വ്യക്തി സാം പിത്രോഡയാണ് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാനായി വീണ്ടും നിയമിതനായത്. അടുത്തിടെ ബഹിരാകാശ നിലയത്തിൽ സ്ഥിരീകരിച്ച മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ബാക്ടീരിയ എൻഡോബാക്ടർ ബുഗാൻഡെൻസിസ് എന്ന ബാക്ടീരിയയാണ് അടുത്തിടെ ബഹിരാകാശ നിലയത്തിൽ സ്ഥിരീകരിച്ച മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ബാക്ടീരിയ. വാണിജ്യ സേവന സ്ഥാപനങ്ങൾക്കുള്ള രജിസ്ട്രേഷന് രാജ്യത്തുടനീളം ബയോമെട്രിക് സംവിധാനം ഏർപ്പെടുത്തുന്ന സ്ഥാപനം GST കൗൺസിലാണ് വാണിജ്യ സേവന സ്ഥാപനങ്ങൾക്കുള്ള രജിസ്ട്രേഷന് രാജ്യത്തുടനീളം ബയോമെട്രിക് സംവിധാനം ഏർപ്പെടുത്തുന്ന സ്ഥാപനം. അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ച് പിടിപ്പിക്കുന്ന ലോകത്തെ ആദ്യ വ്യക്തി. ഓറാൻ നോൾസൺ. UK-കാരനായ ഓറാൻ നോൾസനാണ് അപസ്മാരം നിയന്ത്രിക്കാൻ മസ്തിഷ്കത്തിൽ ചിപ്പ് വെച്ച് പിടിപ്പിക്കുന്ന ലോകത്തെ ആദ്യ വ്യക്തി. മലയാളി കുടുംബങ്ങളിലെ സന്തോഷസൂചിക ഉയർത്തുവാനായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം കുടുംബശ്രീയാണ് മലയാളി കുടുംബങ്ങളിലെ സന്തോഷസൂചിക ഉയർത്തുവാനായി ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത് സഞ്ജന താക്കൂറാണ് 2024 കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം നേടിയത്. കാലാവധി കഴിഞ്ഞ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ISS പൊളിച്ചുമാറ്റാനുള്ള കരാർ നാസ നൽകിയത്. സ്പേസ് എക്സിനാണ് കാലാവധി കഴിഞ്ഞ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പൊളിച്ചുമാറ്റാനുള്ള കരാർ നാസ നൽകിയത്. ഇന്ത്യയിലെ ഏത് തുറമുഖ തീരത്താണ് ഫ്ലോട്ടറുകൾ സ്ഥാപിച്ച് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്? ഇന്ത്യയിലെ
ഏത് തുറമുഖ തീരത്താണ് ഫ്ലോട്ടറുകൾ സ്ഥാപിച്ച് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്? വിഴിഞ്ഞം. ഇസ്രയേൽ കമ്പനിയായ ഇക്കോവേവ് പവർ ഗ്ലോബലുമായി സഹകരിച്ച് വിഴിഞ്ഞം തുറമുഖത്താണ് ഫ്ലോട്ടറുകൾ സ്ഥാപിച്ച് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ സേനകൾക്ക് ശക്തി പകരുന്ന കരുത്തുറ്റ ഡ്രോൺ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ സേനകൾക്ക് ശക്തി പകരുന്ന കരുത്തുറ്റ ഡ്രോൺ തപസ്. തപസ് ഡ്രോണാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച് പ്രതിരോധ സേനകൾക്ക് ശക്തി പകരുന്ന കരുത്തുറ്റ ഡ്രോൺ. ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡ്. ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡ് ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ ഗ്രൂപ്പാണ് ബ്രാൻഡ് ഫിനാൻസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡ്. അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയത്. അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയത് ഇന്ത്യ. ഇന്ത്യയാണ് അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ നേടിയത്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ ചെയർമാനായി നിയമിതനായത്. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ ചെയർമാനായി നിയമിതനായത് രവി അഗർവാൾ. രവി അഗർവാളാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സിൻ്റെ ചെയർമാനായി നിയമിതനായത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയാണ് ലോക്സഭ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരിനൊപ്പം എന്ത് ചേർക്കാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്? സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരിനൊപ്പം എന്ത് ചേർക്കാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേരിനൊപ്പം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുകൂടി ചേർക്കാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്. അനധികൃതമായി ആൻറ്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിൽ എത്തുന്നത് തടയാൻ ഡ്രഗ് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ. അനധികൃതമായി ആൻറ്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിൽ എത്തുന്നത് തടയാൻ ഡ്രഗ് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ ഡബിൾ ചെക്ക്. ഓപ്പറേഷൻ ഡബിൾ ചെക്കാണ് അനധികൃതമായി ആൻറ്റിബയോട്ടിക് മരുന്നുകൾ വിപണിയിൽ എത്തുന്നത് തടയാൻ ഡ്രഗ് കൺട്രോൾ വകുപ്പ് രൂപം കൊടുത്ത ഓപ്പറേഷൻ. ലോക്സഭയിലെ CPM കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോക്സഭയിലെ CPM കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ രാധാകൃഷ്ണൻ. കെ രാധാകൃഷ്ണനാണ് ലോക്സഭയിലെ CPM കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത് വിക്രം മിശ്രി. വിക്രം മിശ്രിയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ടത്. കേരളത്തിലെ ആദ്യ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ KSRTCയുടെ ഉടമസ്ഥയിലുള്ള ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യ KSRTC ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത്. യൂറോപ്യൻ കൗൺസിലിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. യൂറോപ്യൻ കൗൺസിലിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആന്റോണിയോ കോസ്റ്റ. ആന്റോണിയോ കോസ്റ്റയാണ് യൂറോപ്യൻ കൗൺസിലിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോകത്തിലാദ്യമായി കാർഷിക മേഖലയിൽ കാർബൺ എമിഷൻ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം. ലോകത്തിലാദ്യമായി കാർഷിക മേഖലയിൽ കാർബൺ എമിഷൻ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഡെൻമാർക്ക്. ഡെൻമാർക്കാണ് ലോകത്തിലാദ്യമായി കാർഷിക മേഖലയിൽ കാർബൺ എമിഷൻ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് സമീപമുള്ള ഭ്രമണപഥത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ച റഷ്യൻ ഉപഗ്രഹം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് സമീപമുള്ള ഭ്രമണപഥത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ച റഷ്യൻ ഉപഗ്രഹം റിസൾസ് P1 എന്ന റഷ്യൻ ഉപഗ്രഹമാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് സമീപമുള്ള ഭ്രമണപഥത്തിൽ വെച്ച് പൊട്ടിത്തെറിച്ചത്. അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ വേഗതയേറിയ ഡബിൾ സെഞ്ചുറി നേടിയത്. അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ വേഗതയേറിയ ഡബിൾ സെഞ്ചുറി നേടിയത് ഷെഫാലി വർമ്മ. ഇന്ത്യയുടെ ഷെഫാലി വർമ്മയാണ് അന്താരാഷ്ട്ര വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ വേഗതയേറിയ ഡബിൾ സെഞ്ചുറി നേടിയത്. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളുടെ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായുള്ള ഇന്ത്യ ഓസ്ട്രേലിയൻ സംരംഭം. ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളുടെ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായുള്ള ഇന്ത്യ ഓസ്ട്രേലിയൻ സംരംഭം ഒപ്റ്റിമസ് ആണ് ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളുടെ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനായുള്ള ഇന്ത്യ ഓസ്ട്രേലിയൻ സംരംഭം. 2024 ICC T20 ലോകകപ്പ് ജേതാക്കൾ. 2024 ICC T20 കപ്പ് ജേതാക്കൾ ഇന്ത്യ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യയാണ് 2024 ICC T20 ലോകകപ്പ് ജേതാക്കൾ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC ചെയർപേഴ്സണായി നിയമിതനായത്.
UPSC ചെയർപേഴ്സണായി നിയമിതയായത് പ്രീതി സുഡാനാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതയായത്. ഇന്ത്യയിലെ ആദ്യം മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം സങ്കൺ മ്യൂസിയം നിലവിൽ വന്നത് ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുങ്ങിക്കിടക്കുന്ന മ്യൂസിയം സങ്കൺ മ്യൂസിയം നിലവിൽ വന്നത്. 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത്. 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് മോഹൻലാലാണ് 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത്. കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്. 4 ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. 4 ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ് 4 ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. 2024 ജൂലൈയിൽ വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേള. 2024 ജൂലൈയിൽ വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേള മയിൽപീലിയാണ് 2024 ജൂലൈയിൽ വനം വകുപ്പ് സംഘടിപ്പിച്ച രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രമേള. ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാക്കളായി നിയമിക്കപ്പെട്ടത്. ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാക്കളായി നിയമിക്കപ്പെട്ടത് TV രവിചന്ദ്രൻ, പവൻ കപൂർ. TV രവിചന്ദ്രനും പവൻ കപൂറുമാണ് ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാക്കളായി നിയമിക്കപ്പെട്ടത്. കരസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണിയാണ് കരസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത്. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ്? പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ്? 15 ദിവസം. പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി 15 ദിവസമാണ്. പുതിയ ക്രിമിനൽ നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് പരമാവധി എത്ര വർഷത്തിനകം സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കും? പുതിയ ക്രിമിനൽ നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് പരമാവധി എത്ര വർഷത്തിനകം സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കും? 3 വർഷം. പുതിയ ക്രിമിനൽ നിയമപ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് പരമാവധി 3 വർഷത്തിനകം സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിക്കും. സ്റ്റേഷൻ പരിധി നോക്കാതെ ഏത് സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്യാവുന്ന സംവിധാനം. സ്റ്റേഷൻ പരിധി നോക്കാതെ ഏത് സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്യാവുന്ന സംവിധാനം സീറോ FIR സംവിധാനമാണ് സ്റ്റേഷൻ പരിധി നോക്കാതെ ഏതു സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്യാവുന്ന സംവിധാനം. 2024 പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആപ്പ്. 2024 പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആപ്പ് കുആപ്പാണ് 2024 പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആപ്പ്. 2024 സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിൻ്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ. 2024 സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിൻ്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ മാർസ് ഒഡീസി ഓർബിറ്ററാണ് 2024 സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിൻ്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ. 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം. 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം ആദിത്യ L1 ആണ് 2024 ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴ, കോഴിക്കോട്ടിലെ കല്ലായിപ്പുഴയാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി. 2ാം സ്ഥാനത്ത് കരമനയാറാണ്, തിരുവനന്തപുരത്തെ കരമനയാർ. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദ അപ്പോസ്റ്റൽ ലഭിച്ചത്. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദ അപ്പോസ്റ്റൽ ലഭിച്ചത്
നരേന്ദ്രമോദിക്കാണ് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദ അപ്പോസ്റ്റൽ ലഭിച്ചത്. സംസ്ഥാന സർക്കാർ വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ള തരിശു ഭൂമിയിൽ കൃഷിയിറക്കാൻ കൃഷിവകുപ്പ് ആരംഭിക്കാൻ ഒരുങ്ങുന്ന പദ്ധതി. സംസ്ഥാന സർക്കാർ വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ള തരിശു ഭൂമിയിൽ കൃഷിയിറക്കാൻ കൃഷിവകുപ്പ് ആരംഭിക്കാൻ ഒരുങ്ങുന്ന പദ്ധതി നവോത്ഥാൻ, ന്യൂ അഗ്രികൾച്ചർ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ്. നവോത്ഥാൻ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ള തരിശു ഭൂമിയിൽ കൃഷിയിറക്കാൻ കൃഷിവകുപ്പ് ആരംഭിക്കാൻ ഒരുങ്ങുന്ന പദ്ധതി. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലകനായി നിയമിതനായത് ഗൗതം ഗംഭീറാണ് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീം മുഖ്യ പരിശീലകനായി നിയമിതനായത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.